എങ്ങനെയുണ്ടായിരുന്നു പടം? കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫ് വരെ ഫഹദ് ഫാസിലൊക്കെ എങ്ങനെയുണ്ട്? അതുകൊള്ള അടിപൊളിയായി. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കൊള്ളാമല്ലേ? എങ്ങനെയുണ്ട് പുഷ്പ 2? പുഷ്പ 2 വളരെ ഗംഭീരമാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു മികച്ച സിനിമയായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലു അർജുൻ്റെ അഭിനയമൊക്കെ എടുത്തു പറയേണ്ട ഒന്നാണ്. അല്ലു അർജുനെ ഈ രീതിയിൽ ഇത്രയും ടെററായിട്ട് കാണുന്നതൊക്കെ ഒരു മറ്റേ പുഷ്പ 1 വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടി നല്ല അഭിനയം കാഴ്ചവെക്കുന്നത് ഇതിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പഴയന്ന് വലിയ വ്യത്യാസമില്ലെങ്കിലും എന്നാൽ ഇപ്പോൾ ഒരു മുതലാളിയാകുന്നതിൻ്റെ സിൻഡിക്കേറ്റിലോട്ട് വരുന്നതിൻ്റെയൊക്കെ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. വസ്ത്രാലങ്കാരത്തിലൊക്കെ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മ്യൂസിക്കൊക്കെ ആയാലും നല്ല രീതിയിൽ സിനിമയോട് സിങ്ക് ആവുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഫഹദ് ഫാസിലിൻ്റെ അഭിനയമാണ്. ഒരു രക്ഷയില്ല. പുഷ്പയോട് കട്ടക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനൊരുപടി മുകളിലോട്ട് നിൽക്കുന്ന ഒരു പെർഫോമൻസാണ് ഫഹദ് ഫാസിൽ. എല്ലാവരും പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എങ്ങനെയുണ്ട് പടം പുഷ്പ? പടം നല്ല പടം, കണ്ടിരിക്കാം. പിന്നെ അതോടൊപ്പം വളരെ മികച്ച ഗാനചിത്രീകരണമാണ്. അതിൻ്റെ അകത്ത് എല്ലാവർക്കും ഒരു പുതുമയുള്ള ഒരു ഡാൻസ്, എല്ലാവർക്കും ഒരു നല്ല ഒരു മനസ്സിനൊരു കുളിർമ തോന്നുന്ന രീതിയിലുള്ള ഡാൻസൊക്കെയാണ് അതിൻ്റെ അകത്ത്. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷനും കൊള്ളാം, നല്ല പുതുമയുള്ള ആക്ഷനാണ്. എങ്ങനെയുണ്ട് പടം മൊത്തത്തിൽ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ? വളരെ ഇപ്പോൾ ഹാഫ് ടൈം വരെ നമുക്ക് കണ്ടിരിക്കാൻ വളരെ ഒരു ആവേശം തോന്നുന്ന രീതിയിലാണ് പടം ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. അതെ, പടം വളരെ ഇനിയായിരിക്കും അതിൻ്റെ ഒന്നുകൂടി ആവേശം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് പടം പോകുന്നതെന്നാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് പുഷ്പ 2? പുഷ്പ കിട്ടില്ലല്ലേ പടം? ഫഹദ് ഫാസിലും അല്ലു അർജുനെ കൂടി അങ്ങോട്ട് തകർപ്പാണ് പടം. ഒരു ആക്ഷനാണേലും ആ പുള്ളിയുടെ ഒരു ഗെറ്റപ്പും കോസ്റ്റ്യൂമൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര വെറൈറ്റിയാണ് സിനിമ എഴുതി പോകുന്നത്. അതുപോലെ ആക്ഷൻ സീൻസും നമുക്ക് എല്ലാത്തിനും ഒരു ഗൂംസ് വരുന്ന രീതിയിലുള്ള സീൻസാണല്ലോ എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റിനേക്കാളും അപേക്ഷിച്ച് ഫഹദ് ഫാസിൽ ഏറെ വരുന്നത് സെക്കൻഡിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മാസ്മരിക രംഗങ്ങൾ തന്നെയാണ് എല്ലാം കാണുന്നത് തന്നെ. എന്തായാലും പടം വലിയ രീതിയിൽ കത്തിക്കയറും എന്നുള്ള കാര്യം തിരക്കില്ല. ബോക്സ് ഓഫീസ് ഹിറ്റാകാൻ ചാൻസ് ഉണ്ട്. മറ്റ് സിനിമകളിലുള്ള കളക്ഷനുകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് പുഷ്പ 2 ആ കളക്ഷൻ റെക്കോർഡ് തന്നെ തകർക്കാൻ ചാൻസ് ഉള്ളൊരു സിനിമയായിട്ടാണ്